ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളെ തയ്യാറാക്കുന്നത് ചെട്ടിനാട് സ്പെഷ്യൽ പാൽ കൊഴുക്കട്ടയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ നല്ലൊരു സ്വീറ്റ് ആയിട്ടോ നല്ലൊരു പലഹാരമായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പാൽക്കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ. 1 കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ഉപ്പ് ചേർക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിലുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം നെയ്യും കൂടി 1 ടീസ്പൂൺ അളവിൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ഉപ്പെല്ലാം നന്നായിട്ട് ഈ മാവിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ആകുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം ചേർക്കുകയാണ്. നല്ല ചൂടുള്ള വെള്ളമാണ്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ വേണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം അത്യാവശ്യം നല്ല ചൂടാണ്. അതിൻ്റെ പേര് നമുക്ക് കൈ വെച്ചിട്ട് കുഴയ്ക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ഇനി വെള്ളം ഇതിലേക്ക് വേണം. ഏകദേശം 1/4 കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ചൂടല്ലേ. ചൂട് ലൈറ്റായിട്ടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നല്ലതുപോലെ തണുക്കരുത്, ചെറുതായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതിലെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ മാവ് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റായിട്ട് വേണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാകാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഒരല്പം മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസ് തയ്യാറാക്കാൻ. ഇതുപോലെ കുട്ടി കുട്ടി ബോൾസായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാ മാവും തന്നെ നമുക്ക് ഈ ഒരു രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ മാവെല്ലാം ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ബോളിൻ്റെ ഷേപ്പിലും ചിലതൊക്കെ ചെറിയ ചെറിയ ബട്ടൻ്റെ ഷേപ്പിലൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ മാവ് അളന്നെടുത്തില്ലേ കപ്പിൽ, ആ കപ്പിൽ 2.5 കപ്പ് അളവിൽ വെള്ളം ചേർക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോൾ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്. ആദ്യം പകുതി അളവിൽ ചേർക്കാം. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം ബാക്കിയുള്ളത് ചേർക്കാവുന്നതാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കൂടി കൂടിക്കുഴഞ്ഞ് ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുക, അതിൻ്റെ പേരിലാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന്, അതായത് എല്ലാം കൂടി ഒന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ തന്നെ എടുത്ത് പറയുന്നത് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. ആകെ കൂടി നമുക്കിതെല്ലാം കൂടി വേകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 7 മുതൽ 10 മിനിറ്റ് വരെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ പൊടിയായി ഇതുപോലെ ഒറ്റയായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് വേകാനായിട്ട് ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് അടച്ച് വെക്കണം എന്നുള്ള ആവശ്യമില്ല. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് ശർക്കരയിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർക്കാം. ഇതിപ്പോൾ നല്ല നോർമലായിട്ടുള്ള ലൈറ്റായിട്ടുള്ള മധുരം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. കൂടെ ഒരു മുറി തേങ്ങയിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് 1-ാം തേങ്ങാപ്പാലാണിത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി. ലാസ്റ്റിൽ ഇതിലേക്ക് വേണ്ടത് ഒരല്പം ഏലക്ക പൊടിച്ചതാണ്. 2 ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്ത് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. എന്നാൽ ശരി, നല്ലതുപോലെ ഇതൊന്ന് ചൂടാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ തേങ്ങാപ്പാലെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി ലൈറ്റായിട്ട് ഇങ്ങനെ തിളച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജാണ്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഇതിലേക്ക് ഒരല്പം ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങ കുറച്ച് ചേർക്കാം.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടൻ തന്നെ ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ചെട്ടിനാട് പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരല്പസമയമൊക്കെ വെച്ചിട്ട് ഒന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മധുരമൊക്കെ നമ്മുടെ ഈ കൊഴുക്കട്ടയിലേക്ക് നന്നായിട്ട് ഇതൊന്ന് പിടിച്ചിട്ടുണ്ടാകും. ഉടൻ തന്നെ ചൂടോട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു പാൽ കൊഴുക്കട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.